ദശാംശ സംഖ്യയിൽ നമ്മളിപ്പോൾ ആവർത്തിക്കാത്ത, അതായത് അവസാനിക്കുന്ന ദശാംശ സംഖ്യയാണ് കണ്ടത്. ശരിയാണല്ലോ, അവസാനിക്കുന്ന ദശാംശ സംഖ്യ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആവർത്തിക്കുന്ന ദശാംശ സംഖ്യ വരുന്ന രൂപങ്ങളാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഇതും. ഈ ചോദ്യം നമ്മൾ കാണാൻ പോകുന്ന ഒരു ചോദ്യമുണ്ട്, അത് ലാസ്റ്റ് വരെ എന്തായാലും ശ്രദ്ധയോടെ കേൾക്കണം, കാരണം അതിനകത്ത് വേറെ ഒന്ന് രണ്ട് ആശയങ്ങൾ കൂടി നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്ന 2014 10th സ്റ്റാൻഡേർഡ് ക്വാളിഫിക്കേഷൻ വേണ്ടുന്ന ഒരു എക്സാമിൽ ചോദിച്ച ചോദ്യമാണ് 1/3 ഏത് ദശാംശ സംഖ്യയുടെ ഭിന്ന രൂപം. സോ 1/3 ഒരു ഫ്രാക്ഷൻ ആണ്, അതിന്റെ ഡെസിമൽ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ ഡെസിമൽസ് ഉണ്ട്, ഇതിലേത് ഡെസിമൽ ഫോമിന്റെ ഫ്രാക്ഷൻ ആണ് 1/3 എന്നാണ് ചോദ്യം. സോ ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് 1/3 ചെയ്ത് നോക്കാം, ആ സമയത്ത് ഒരു ദശാംശം കിട്ടുന്നുണ്ടോ. അതല്ല, നമുക്ക് ഏകദേശം 1/3 എന്ന് പറയുന്നത് കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫ്രാക്ഷൻ ആയതുകൊണ്ട് ഈസി ആയിട്ട് പറയാൻ പറ്റും 0.3333 ഇങ്ങനെ പോകുന്നത്. അതിന്റെ അർത്ഥം ഈ ഡോട്ട്സിന്റെ അർത്ഥം ഈ അക്കം അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നു, ഈ ഡോട്ട്സിന്റെ അർത്ഥം ഈ 1 എന്ന് പറഞ്ഞ അക്കം റിപ്പീറ്റ് ചെയ്യുന്നു. ഇവിടെ 1010 അടുത്ത 101010 ആ ഒരു പാറ്റേണിൽ പോകുന്നു. ഇവിടെ 31313131 ഇങ്ങനെ പോകുന്നു. ഇതാണ് ഈ ഓപ്ഷൻസിന്റെ മീനിങ്. സോ 1/3 നിങ്ങൾ വേണമെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് കിട്ടാൻ പോകുന്നത് 0.333 0.333 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിനെ വേറൊരു രീതി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. 0. നമ്മൾ കണ്ടിട്ടുണ്ട് 3 ബാർ, 3യുടെ മുകളിൽ ഒരു ബാർ വെച്ചാൽ നമ്മൾ വി ബോർഡ് മാസിൽ ഒരു ബാർ കണ്ടു, അത് വേറെ, അത് ഓപ്പറേഷൻ ചെയ്യാനുള്ള ബാർ. ദശാംശം കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ദശാംശാനം കഴിഞ്ഞിട്ട് സംഖ്യയുടെ മുകളിൽ ബാർ വന്നതിന്റെ അർത്ഥം ആ സംഖ്യ, ആ അക്കം റിപ്പീറ്റ് ചെയ്ത് വരുന്നു, ആ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു രീതി കൂടി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. 0.3 എഴുതിയിട്ട് ഇതിന്റെ മുകളിൽ ഒരു കുത്തിട്ടാലും ശരിയാണ്. സോ ഇതിൽ ഏത് രീതിയിൽ ചോദിച്ചാലും നമ്മൾ മനസ്സിലാക്കണം അത് റെക്കറിംഗ് ഡെസിമൽ അഥവാ ആവർത്തിച്ചു വരുന്ന ദശാംശ സംഖ്യയാണ്. സോ 2014 ചോദിച്ച ചോദ്യമാണ് 0.333 ഇങ്ങനെ പോകുന്നതാണ് അതിന്റെ ആൻസർ. ഇനി ഇതിന് ശേഷം 2014 ശേഷം ഇതേ ചോദ്യം മറ്റൊരു രൂപത്തിൽ ചോദിച്ചിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചു പോകുന്ന ഒരാളാണെങ്കിൽ കൂടി ഈ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടാവണം. സോ ഈ ഒരു ചോദ്യം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനുശേഷം വന്നൊരു ചോദ്യ രൂപം ചെയ്യാൻ സാധിക്കേണ്ടതാണ്. അത് ചെയ്യാൻ സാധിക്കാത്തവർ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് കണ്ടിട്ടും ചെയ്യാൻ സാധിക്കാതിരുന്നെങ്കിൽ ഇതിന്റെ ആശയം മനസ്സിലായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ ചോദ്യം ആൻസർ എന്ന രീതിയിലാണ് പഠിച്ചു പോയിരിക്കുന്നത്. ചോദ്യം ഞാൻ എഴുതാം, ചോദ്യം നമുക്കൊന്ന് എഴുതി നോക്കാം. ചോദ്യം ഇതായിരുന്നു, 0.333 ഇങ്ങനെ പോകുന്നു, ഇതിന്റെ സ്ക്വയർ. ഇതായിരുന്നു ചോദ്യം. 0.333 ഇങ്ങനെ പോകുന്നതിന്റെ സ്ക്വയർ. ഒരുപക്ഷെ കുറെ അധികം പേര് ഈ ക്വസ്റ്റ്യൻ ആദ്യമേ കണ്ടപ്പോൾ എഴുതാതെ വിട്ടിട്ടുണ്ടാവണം. ഇനി പ്രാക്ടീസ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഇതിന്റെ ആൻസറിലേക്ക് നേരിട്ട് ചിലപ്പോൾ എത്തിക്കാണത്തില്ല. ആക്ച്വലി ഇത് ചോദിച്ചത് 2019 VO എന്ന് പറഞ്ഞ എക്സാമിലാണ്. സോ ഇതിന് മുമ്പേ ഈ മോഡൽ ചോദിച്ചിട്ടുണ്ട്. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചു പോകുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞത് കണക്ട് ചെയ്യാൻ പറ്റേണ്ടതാണ്, ആശയമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. ഈ ചോദ്യം ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കൂടി ആശയം പഠിച്ചിട്ടുണ്ടെങ്കിൽ, ദശാംശ സംഖ്യയുടെ ആശയം ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ആശയം സ്ട്രോങ് അല്ലായിരുന്നു, കുഴപ്പമില്ല, നമ്മളിപ്പോൾ ആശയം സ്ട്രോങ് ആക്കുന്നുണ്ടല്ലോ. സോ 0.333 ഹോൾ സ്ക്വയർ. സോ നമുക്കിത് സ്ക്വയർ ചെയ്യാനായിട്ട് ഇത് ആക്ച്വലി എന്ത് സംഖ്യയാണെന്ന്, ദശാംശ സംഖ്യയാണ്, അതിൽ ആവർത്തിക്കുന്ന ദശാംശം റെക്കറിംഗ് ഡെസിമൽ ആണ്. സോ ഇതിന്റെ ഫ്രാക്ഷൻ ഫോം നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാ, 3/9. എത്ര സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നതും ഒരെണ്ണേ ഉള്ളൂ, അത് 3 ആണ്. സോ അത് ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു 9 വരും. 3/9 നമുക്ക് വെട്ടിച്ചതാക്കി 1/3 എഴുതാലോ. സോ 1/3. സോ 1/3യുടെ സ്ക്വയർ ആണ് ചോദിച്ചിരുന്നത്. 1/3യുടെ സ്ക്വയർ ചെയ്യാൻ പറ്റില്ലേ, ചെയ്യേണ്ട ഇതിലുള്ളൂ 1 square 1 3 square 9. ഇതാണ് ഉദ്ദേശിക്കുന്നത്. 1/9 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻസ് നോക്കിയിരുന്നെങ്കിൽ 1/9 ഒരു ഫ്രാക്ഷൻ എല്ലാം ഉണ്ടായിരുന്നു, പകരം ഇതുപോലത്തെ സംഖ്യകൾ ഉണ്ടായിരുന്നു. സോ 1/9 അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രൈം നമ്പേഴ്സോ പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്പിൾസോ, ഇത് പ്രൈം നമ്പറിന്റെ മാത്രം മൾട്ടിപ്പിൾ അല്ലേ വരുന്ന കേസിൽ, അല്ലെങ്കിൽ 2ഉം 5ഉം അല്ലാതെ വേറെ ഏത് സംഖ്യകൾ ഡിനോമിനേറ്റർ വന്നാലും അതിന്റെ ഒരു മൾട്ടിപ്പിൾ അല്ല ന്യൂമറേറ്റർ എങ്കിൽ 2 5 അതായത് 10, അപ്പൊ 10 ഉണ്ടാവും. ഈ സംഖ്യകൾ അല്ലാണ്ട് വേറെ സംഖ്യകൾ മാത്രമായിട്ട് ഡിനോമിനേറ്ററിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു മൾട്ടിപ്പിൾ അല്ല ന്യൂമറേറ്റർ എങ്കിൽ നമുക്ക് എപ്പോഴും ആവർത്തിക്കുന്ന ദശാംശ സംഖ്യ കിട്ടും, റെക്കറിംഗ് ഡെസിമൽ കിട്ടും. സോ 1/9 ചെയ്ത് നോക്കുക. 1/9 നമുക്ക് കിട്ടാൻ പോകുന്നത് പോയിന്റ് എത്രയാ, 111 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. 1/9 ഒന്നടങ്ങാത്തതുകൊണ്ട് നമ്മൾ 0 ഇടുമ്പോൾ എന്ത് ചെയ്യും, ദശാംശം ഇടണം. കാരണം 0 എവിടുന്നോ കടമെടുത്തു, അപ്പൊ ദശാംശം ഇട്ടു. ഒരു വട്ടം പോവും, വീണ്ടും 9, വീണ്ടും 1 പോകുന്നു, 0 ഇട്ടു 1 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ 0.1111 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതായിരുന്നു അതിന്റെ ആൻസർ. സോ 0.111 ഇതിനെ നമുക്ക് 0.1 ബാർ എന്ന് കാണാം, അല്ലെങ്കിൽ 0.1 എഴുതി കുത്തിടാം. ഇതിൽ ഏത് എഴുതിയാൽ ഇനി 1/9 ആൻസർ വന്നാലും കറക്റ്റാ, 1/3 square എന്ന് വന്നാലും കറക്റ്റാ, എങ്ങനെ എഴുതിയാലും ഇതിന്റെ ആൻസർ ആണ് വരുന്നത്.
സോ ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ഓപ്ഷൻ, കറക്റ്റ് ഓപ്ഷൻ. എന്തുകൊണ്ട് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല വെച്ചാൽ നമ്മൾ ആശയപരമായി അതിനെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അത് തെറ്റൊന്നുമല്ല, കുഴപ്പമില്ല. ആ സമയത്ത് നമ്മൾ എങ്ങനെയാ പഠിച്ചു. പക്ഷെ ഇനി തൊട്ട് നമ്മൾ പഠിക്കുമ്പോൾ ആശയം കണക്ട് ചെയ്തായിരിക്കും പഠിക്കുക. ഇനി ഇത് രണ്ടും കണ്ടു. നാളെ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം ഇതായിരിക്കും. നാളെ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം സ്ക്വയർ റൂട്ട് ഓഫ് 0.1 ബാർ ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? അത് നമ്മൾ പഠിച്ചിട്ടുള്ളതെന്ന് തോന്നും. സോ അതിന് ചിന്തിക്കേണ്ടത് സ്ക്വയർ റൂട്ടിലേക്ക് നമ്മൾ പിന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി കാണിച്ചാൽ 0.1 ബാർ. സോ നമുക്ക് ദശാംശ സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കണ്ടെത്താൻ അറിയില്ല, സമ്മതിച്ചു. 0.1 ബാർ എന്ന് പറയുന്നത് ആവർത്തിക്കുന്ന ദശാംശ സംഖ്യയാണെന്ന് അറിയാം. സോ അതിന്റെ ഫ്രാക്ഷൻ ഫോം നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ഒന്നുണ്ട് 1/9. ഇത് മാത്രം റിപ്പീറ്റ് ചെയ്ത് ഒരു സംഖ്യ മാത്രം റിപ്പീറ്റ് ചെയ്ത് ഒരു 9 വരത്തുള്ളൂ. ഇതിന്റെ സ്ക്വയർ റൂട്ട് വരാൻ പോകുന്ന എത്ര? 1ന്റെ സ്ക്വയർ റൂട്ട് 1 ആണ്. നമ്മൾ എങ്ങനെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഫ്രാക്ഷൻ അല്ലേ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിന്റെയും സെപ്പറേറ്റ് സ്ക്വയർ റൂട്ട് ഉണ്ടോ എന്ന് നോക്കുക, വർഗ്ഗമൂലം ഉണ്ടോ എന്ന് നോക്കുക. 9ന്റെ സ്ക്വയർ റൂട്ട് 3 അല്ലേ, 1/3. 1/3യുടെ ആൻസർ എത്ര? 0.333 അല്ലേ, ഇങ്ങനെ പോകുന്നത്. 0.33 സ്ക്വയർ ചോദിച്ചു, ഇതാണ് ആൻസർ. അപ്പൊ ഇതിന്റെ സ്ക്വയർ റൂട്ട് ഇതല്ലേ വരേണ്ടത്. ഇങ്ങനെയും കണക്ട് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ഒരു ചോദ്യങ്ങൾ മാത്രമായിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നതെങ്കിൽ ഈ രീതിക്കും കൂടി കണക്ട് ചെയ്ത് പഠിച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം സോൾവ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം സോൾവ് ചെയ്യുമ്പോൾ ആശയം സ്ട്രോങ് ആണെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. ആശയം സ്ട്രോങ് ആകാൻ എന്ത് ചെയ്യണം? നമ്മൾ ആശയങ്ങൾ പഠിക്കണം. ആശയങ്ങൾ പഠിക്കാൻ ഏതൊക്കെ ആശയങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം, ഏതൊക്കെ ടോപ്പിക്സ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. സോ അങ്ങനെ ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തതിനു ശേഷം നമ്മൾ ഈ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ കണക്ഷൻസ് ഇടാൻ കൂടി പറ്റിയാൽ, ഇപ്പോൾ ഇത് കണക്ട് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ 0.1 ബാർ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് 1/9 ആണെന്നുള്ള ആശയം മനസ്സിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇത് റെക്കറിംഗ് ഡെസിമൽ ആണെന്ന് മനസ്സിലാവണം. അപ്പോൾ 1/9 എന്ന് കൊണ്ടുവരാൻ പറ്റിയ പിന്നെ മെത്തേഡ് വെച്ച് ചെയ്യാലോ. സ്ക്വയർ റൂട്ട് ഓഫ് 1/9 1/3. 1/3 നമുക്ക് 0.33 എന്ന് പറഞ്ഞെഴുതാം. സോ ഇതിന്റെ സ്ക്വയർ റൂട്ട് വാല്യൂ ഇതാ. സോ നാളെ ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെയും നമുക്ക് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ചെയ്യാൻ പറ്റണമെങ്കിൽ ആശയം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ആശയമാണ് സ്ട്രോങ് ആക്കേണ്ടത്. സോ ഈ ചോദ്യത്തിന്റെ ആൻസർ മനസ്സിലായാലോ. ഇതിൽ നിന്ന് ഇത് കണക്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ചോദ്യം 2019 ചോദിച്ച ചോദ്യമാണ്. നമ്മൾ ചോദ്യരൂപേണ ഇപ്പൊ കണ്ടില്ല എന്നേ ഉള്ളൂ. അതിന്റെ ആൻസർ ഇങ്ങനെയൊക്കെ എഴുതാം. ഇനി നാളെ ഇതിന്റെ സ്ക്വയർ റൂട്ട് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഇതായിരിക്കും 0.333. ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 0.3 ബാർ എന്നാകാം, അല്ലെങ്കിൽ 0.3 എഴുതി കുത്തിടാം, അല്ലെങ്കിൽ 1/3. ഏത് രീതിക്ക് വേണമെങ്കിലും ആ ആൻസറിനെ എക്സ്പ്രസ് ചെയ്യാം. സോ ആശയം മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം കൂടി ഇനി കാണുന്നുണ്ടാവും. നേരത്തെ നമ്മൾ ചെയ്ത ചോദ്യം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ആവർത്തിക്കുന്ന ദശാംശ സംഖ്യ, റെക്കറിംഗ് ഡെസിമലുമായി ബന്ധപ്പെട്ട ചോദ്യമായിരുന്നു. ആ ഒറ്റ ചോദ്യത്തിൽ നിന്ന് നമ്മളൊരു 3 ചോദ്യങ്ങളാണ് ടോട്ടൽ ആൻസർ ചെയ്തത്. സോ ആ ക്വസ്റ്റ്യൻ മുഴുവനായിട്ട് ആരും കാണാത്തുണ്ടെങ്കിൽ വീണ്ടും മുഴുവനായിട്ട് കാണുക. കാരണം 3 ചോദ്യങ്ങൾ നമ്മൾ അതിൽ നിന്ന് കണ്ടു മൊത്തത്തിൽ. സോ അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 0.44 ഭിന്ന രൂപം. വീണ്ടും അറിയാം ഇതെന്ത് ടൈപ്പ് സംഖ്യയാണ്. ഈ ഡോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 4 എന്ന് പറഞ്ഞ സംഖ്യ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. സോ റെക്കറിംഗ് ഡെസിമൽ ആണ്, ആവർത്തിക്കും ദശാംശം. സോ ഇത് ആക്ച്വലി 0.4 ബാർ അല്ലെങ്കിൽ 0.4 എഴുതി ഇങ്ങനെ ഇടുന്നു. ഇതിന്റെ ഭിന്ന രൂപം വേണം. എന്താ നമ്മൾ ചെയ്യാം? ആവർത്തിക്കുന്ന ദശാംശ സംഖ്യയാണെങ്കിൽ എത്ര അക്കങ്ങൾ ആവർത്തിക്കുന്നു നോക്കാം. ഒരൊറ്റ അക്കമേ ആവർത്തിക്കുന്നുള്ളൂ, ഏതാണ്? 4 ആണ്. സോ 4 എഴുതി. ഒരെണ്ണം ആവർത്തിക്കുന്നുള്ളെങ്കിൽ 9 4/9 ആണ് അതിന്റെ ആൻസർ. സോ ഈസി ആയിട്ട് എഴുതാൻ പറ്റില്ല, 4/9. സോ ഇപ്പൊ നമ്മൾ കണ്ടത്, ഏറ്റവും ആദ്യമേ കണ്ടത് ആവർത്തിക്കാത്ത അവസാനിക്കുന്ന ദശാംശവും അതിന്റെ ഭിന്ന രൂപങ്ങൾ തിരിച്ചും മറിച്ചും. ഭിന്ന രൂപത്തിൽ നിന്ന് ദശാംശത്തിൽ നിന്ന് ഭിന്ന എത്തുന്നു. പിന്നെ നമ്മൾ കണ്ടത് ആവർത്തിക്കുന്ന ദശാംശം, റെക്കറിംഗ് ഡെസിമൽ വരും. ഭിന്ന രൂപത്തിലാക്കാൻ പറ്റുന്ന സംഖ്യകളിലെ റെക്കറിംഗ് ഡെസിമൽസ്, ഇതാണ് നമ്മൾ കണ്ടത്. സോ ഇത് നമ്മൾ കാണാൻ പോകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻസ്, റെക്കറിംഗ് ഡെസിമലുമായിട്ട് ബന്ധപ്പെട്ട കൂട്ടലും കുറയ്ക്കലും ഒക്കെ ചോദിക്കാവുന്നതാണ്. അതാണ് നമ്മൾ അടുത്ത സെക്ഷനിൽ കാണാൻ പോകുന്നത്. ഡെസിമൽസിന്റെ കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലും ഒക്കെ ഇപ്പൊ എല്ലാവരും ക്ലിയർ ആയിരിക്കും. ഇനി നമ്മൾ അതിൽ ആവർത്തിക്കുന്ന ദശാംശം, ഇതുപോലത്തെ ദശാംശ സംഖ്യകൾ വരുമ്പോൾ അവിടുത്തെ കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഒക്കെ വരികയാണെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് 1-2 പ്രാക്ടീസ് ചോദ്യങ്ങൾ കൂടി നെക്സ്റ്റ് സെഷനിൽ കാണാം.